ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 14-ാം വാക്യം. അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനഭാഗം നമ്മളായിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ്. കാരണം നമ്മുടെയൊക്കെ ഇഷ്ടം എന്ന് പറയുന്നത് മറ്റുള്ളവരെ തിരുത്താനായിട്ട് ഭയങ്കര ഇഷ്ടം, അല്ലേ? അവരൻ്റെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്തി അത് പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളാണ് നമ്മളിൽ പലരും. ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് ഒരുവന്റെ കുറവ് കണ്ടെത്തുക എന്ന് പറയുന്നത്, അല്ലേ? അത് കണ്ടെത്തി അവരോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ഈ ഒരു ലോകത്തിലാണ് എൻ്റെ ഈശോ ഈ ഒരു വചനം എനിക്ക് നൽകുന്നത്. അന്ധൻ അന്ധനെ വഴികടിച്ചാൽ അവരിരുവരും കുഴിയിൽ വീഴും. സ്നേഹമുള്ളവരെ, അപരനെ തിരുത്താനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിലെ കുറവ് പരിഹരിക്കാനായിട്ട് എനിക്ക് പറ്റണം. എൻ്റെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ എനിക്കൊരിക്കലും അപരനെ തിരുത്താനായിട്ട് അവകാശമില്ല എന്ന് കൃത്യമായിട്ട് എൻ്റെ ഈശോ എനിക്ക് പറഞ്ഞു തരിക. ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിക്കുന്നത് അന്ധകാരത്തിലാണ്. ഈ അന്ധകാരത്തിൽ ജീവിക്കുമ്പോഴും നമുക്കിഷ്ടമാണ് മറ്റൊരുവനെ നയിക്കാനായിട്ട്. പറ്റുമോ? അന്ധകാരത്തിൽ ജീവിക്കുന്ന ഒരുവന് മറ്റൊരുവനെ എങ്ങനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ പറ്റും? മറ്റൊരുവനെ നന്മയുടെ പാതയിലൂടെ നയിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വെളിച്ചമുണ്ടായിരിക്കണം. എനിക്ക് വെളിച്ചമില്ലാത്തിടത്തോളം കാലം ഒരിക്കലും മറ്റൊരുവനെ നന്മയിൽ നയിക്കാനായിട്ട് സാധിക്കത്തില്ല. അത് ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ജീവിതം വെളിച്ചമുള്ളതാക്കി തീർക്കണം. വെളിച്ചമുള്ളതാക്കി തീർക്കണമെങ്കിൽ ആരുടെ അടുത്ത് വേണം? വെളിച്ചമായ മിശിഹായെ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. മിശിഹായെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിച്ചാൽ മാത്രമേ എനിക്ക് വെളിച്ചമായി നിന്നുകൊണ്ട് മറ്റൊരുവനെ നന്മയിലൂടെ നയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അവരെൻ്റെ ജീവിതത്തെ തിരുത്താൻ പോകുന്നതിന് മുൻപ് സ്വയം ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടോ എന്ന്. കുറവുകളുണ്ടെങ്കിൽ ആ കുറവ് ഏറ്റവും ആദ്യം നമ്മൾ പരിഹരിക്കണം കേട്ടോ. പ്രയാസമാണ് മറ്റൊരുവനെ തിരുത്താനായിട്ട്, അവന്റെ കുറവ് പരിഹരിക്കാനായിട്ട് പറയാനായിട്ട് എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ കുറവ് കണ്ടെത്തി അത് തിരുത്താനായിട്ട് പലപ്പോഴും പ്രയാസമുള്ള കാര്യമാണ്. മറ്റൊരുവൻ നമ്മുടെ ജീവിതത്തിലെ കുറവ് പറഞ്ഞു തന്നാൽ പോലും നമുക്ക് അവനോട് ശത്രുതയാ. ഈ ഒരു സാഹചര്യത്തിലാണ് ഈശോ നമ്മളോട് പറയുന്നത്, നിന്നിലുള്ള അന്ധകാരം നീ മാറ്റണം. നിന്റെ ജീവിതം പ്രകാശപൂരിതമായാല്, നിന്റെ കണ്ണുകൾ തുറന്നാൽ മാത്രമേ അപരനെ നല്ല വഴിക്ക് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, നമുക്കൊക്കെ ഇഷ്ടംപോലെ കുറവുകളുണ്ട്. മനുഷ്യരാണ്, അറിഞ്ഞും അറിയാതെയും ഒക്കെ ചില കുറവുകളും ചില തഴക്ക ദോഷങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മൾ പരിശ്രമിച്ചാല്, നമ്മളൊന്ന് ആഗ്രഹിച്ചാല് പൂർണ്ണമായിട്ടും അവയൊക്കെ മാറ്റാനായിട്ട് എനിക്ക് സാധിക്കും. പക്ഷെ എൻ്റെ പരിശ്രമം വേണം, തീക്ഷ്ണമായ ആഗ്രഹം വേണം. അതിനുവേണ്ടി ത്യാഗമേറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ ഉറപ്പായിട്ടും എന്നിലുള്ള എല്ലാ പാപങ്ങളും കഴുകിക്കളയാനായിട്ട്, ശുദ്ധമായ ഒരു ഹൃദയം നേടാനായിട്ട് എനിക്ക് സാധിക്കും. വെളിച്ചമായ മിശിഹായെ കൂടെ കൊണ്ട് നടക്കാനായിട്ടുള്ള ശക്തി എനിക്ക് ലഭിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും ഈ വെളിച്ചമായ മിശിഹായെ സ്വീകരിക്കാം. നമ്മിലുള്ള പാപങ്ങൾ കഴുകിക്കളഞ്ഞുകൊണ്ട് നമ്മൾ വെളിച്ചത്താൽ നിറയുവാനായിട്ട്, ആ വെളിച്ചം കൊണ്ട് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക്, നന്മയിലേക്ക് നയിക്കുവാനായിട്ട്, അങ്ങനെ ഈ ഭൂമിയിൽ വിശുദ്ധമായ ജീവിതം നയിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.